ബോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തൃത്താല ബ്ലോക്കിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പന്നിയൂർ എന്ന ഗ്രാമത്തിലാണ് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4000 വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം. കേരളത്തിലെ ഭൂമിദേവി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം പന്നിയൂറാണ്. ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും മാറുവാൻ ഇവിടെ പ്രധാന വഴിപാടാണ് ഭൂമി പൂജ. ഭൂമി പൂജ നടത്തുവാനായി നിങ്ങളുടെ വീടിൻ്റെ 4 വശത്തിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചതിന് ശേഷം തിരികെ അത് നിങ്ങളുടെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഭൂമി ദോഷം, കച്ചവടം നടക്കാതിരിക്കുക, അല്ലാതെ മറ്റുള്ള ദോഷങ്ങൾ എല്ലാം മാറുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് കച്ചവടക്കാരുടെ ഒരു ഫേവറേറ്റ് അമ്പലമാണ് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. അമ്പലത്തിലേക്ക് വരുവാനായി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കുറ്റിപ്പുറമാണ്. കുറ്റിപ്പുറത്തിൽ നിന്നും ബസ്സുകൾ കുമ്പിടി എന്ന സ്ഥലത്തേക്ക് ബസ് കിട്ടും. അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പേരെന്താണ്? മാധവ് മാസ്റ്റർ എന്നാണ് പേര്. ഓക്കെ, നമ്മൾ ഈ അമ്പലത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാനുണ്ട്. ഇത് ഞങ്ങൾ 2007 ആ സന്ദർഭത്തിലാണ് ഇവിടെ ചരിത്ര ഗവേഷകന്മാരും മറ്റുള്ളവരൊക്കെ വന്നത്. സുരേഷ് ഗോപി എപ്പോഴാണ് വന്നത്? സുരേഷ് ഗോപി അതിനൊക്കെ ശേഷം 2007 ശേഷം വന്നു. 2000 സോമയാഗം നടത്തി. സോമയാഗം ആ പാടത്ത് വെച്ചിട്ട്, അത് നിങ്ങൾ ആ ക്ഷേത്രം പറഞ്ഞില്ലേ, അതിൻ്റെ അടുത്ത് അവിടെ ആ പാടത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിളിലെ സുനിൽ ദാസ് കേട്ടിട്ടുണ്ടാവും. അവരുടെ നേതൃത്വത്തിലാണ് ഈ യാഗം നടന്നത് 2007. അപ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിദേവി സമേതല്ലേ, പരശുരാമൻ മഴയെറിഞ്ഞിട്ടാണ് പരശുരാമൻ മഴയെറിഞ്ഞിട്ടാണല്ലോ ഭൂമി പൊന്തി വന്നതെന്നാണല്ലോ നമ്മുടെ ഐതിഹ്യം. അതെ. ആ സന്ദർഭത്തിൽ ഭൂമി റിവോൾവിങ് ആയിരുന്നു. അപ്പോൾ അത് സ്റ്റഡിയാക്കണ്ടേ. അങ്ങനെ പരശുരാമൻ ഭൂമിദേവി സമേതം പിന്നെ ഇവിടെ പ്രതിഷ്ഠ നടത്തി എന്നാണ്. അദ്ദേഹം എല്ലാം പ്രതിഷ്ഠ നടത്തിയ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഇവിടെ പ്രതിഷ്ഠ ഉണ്ടായി. അപ്പോൾ ഭൂമി ദേവി സമേതമായി. ഇതിലിപ്പോൾ കേരളത്തിൽ തന്നെ ഈ ഭൂമി ദേവി സമേതമുള്ള ക്ഷേത്രം ഒന്നേ ഉള്ളൂ, ഇവിടെ ഉള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ വരാഹക്ഷേത്രങ്ങൾ കുറവുണ്ട്. വരാഹക്ഷേത്രം ഇപ്പോൾ തിരുവനന്തപുരം തൊട്ടുണ്ട്, കണ്ണൂരും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഭൂമിദേവി സമേതം ഇവിടെ. ഇത് ഏകദേശം മംഗലാപുരത്തിൻ്റെയും കന്യാകുമാരിയുടെയും മിഡിലായിട്ടാണ് ഈ ക്ഷേത്രം കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ദിസ് ഈസ് ദി ഫസ്റ്റ് ടെമ്പിൾ ഇൻ കേരള എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിനെപ്പറ്റി പറയാൻ കഴിയില്ല എങ്കിലും. അപ്പോൾ പരശുരാമൻ്റെ നിർദ്ദേശാനുസരണം പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞില്ലേ. പിന്നെ പെരുന്തച്ഛൻ്റെ ഐതിഹ്യമുണ്ട്. ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ പണി നടക്കുമ്പോൾ പെരുന്തച്ഛൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഒരു ഭാഗത്ത് അവിടെ ഇരുന്നു. ആൾക്കാർക്ക് അറിയില്ലല്ലോ അദ്ദേഹം പെരുന്തച്ഛനാണെന്ന്. അവിടെ ഇരുന്നു. അപ്പോൾ ശ്രീകോവിലിൻ്റെ പണി നടക്കുകയായിരുന്നു. പിന്നീട് ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പോയപ്പോൾ അദ്ദേഹം എല്ലാം മാറ്റി വരച്ചു. അപ്പോൾ ശ്രീകോവിലിൻ്റെ പണി കൂടാതെ ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് പെരുന്തച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ശ്രീകോവിൽ പണിയെടുത്തതെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ ആശാരിമാർ ഒക്കെ കാല് ഒന്ന് പിടിച്ചു എന്നാണ് അദ്ദേഹം കണക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി പന്നിയൂരമ്പലം പണിമുടിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്നും പണിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ മുഴക്കോലും ഈ ഉളി ഇവിടെ ഉപേക്ഷിച്ചു പോയി എന്നാണ് ഇവിടെ. അതിൻ്റെയാണ് അവിടെ കാണിക്കുന്നത്. ബാക്കിൽ ചെറിയ ഞാൻ കണ്ടു. പിന്നെ തൊഴണേൻ്റെ മുഴക്കോല്. അപ്പോൾ ഈ മുഴക്കോൽ എന്ന് പറയുന്നത് ശരിക്കും തടിയല്ലേ? അതെ, അത് കല്ലിൽ കൊത്തി വെച്ചിരിക്കുക. അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു, അത് ദ്രവിച്ചു ഉണ്ടായിരുന്നു, അത് പോയിണ്ടാവില്ല. അത് പിന്നീട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത സംശയം മുഖമണ്ഡപത്തിന്റെ സൈഡിലായിരുന്നു അതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അത് വെച്ചാണ് അങ്ങനെ അവിടെ വെച്ചത്. അപ്പോൾ പിന്നെ പണി മുടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നും ആശാരിമാർക്ക് പണിയാന്നല്ലേ. അതെ. അപ്പൊ ഇവിടെ വ്യാഖ്യാനിക്കാം.
പിന്നീടാണ് സുരേഷ് ഗോപിയുടെ വന്നത്. അത് ശരി. ആ എന്തേ പിന്നെന്താ വെച്ചാൽ ഇതിൻ്റെ ഐതിഹ്യ പ്രാധാന്യം നമ്മൾ പറയാനാണല്ലോ പറഞ്ഞത്. അങ്ങനെ 41 ഇല്ലത്തെ തിരുമേനിമാർ ഈ മഠത്തിലുണ്ടായിരുന്നു എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ 41 ഇല്ലത്തെ തിരുമേനിമാരും ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നിരുന്നു. അത്രയും ഒരു പ്രഗത്ഭത ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. പിന്നീട് അവരുടെ കിടമത്സരം കൊണ്ട് ഭഗവാൻ ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാതെ അങ്ങനെ കാലെടുത്ത് വെച്ചതാണ് കുണ്ടിൽ വരാഹം. അപ്പുറത്ത് ആ വരാഹം കുണ്ടിൽ വരാം. പിന്നെ അവിടുന്ന് അങ്ങനെ അവിടെ കണ്ടില്ലേ വെള്ളം കെട്ടി നിൽക്കുന്നില്ലേ കുറച്ച് സ്ഥലം. അല്ല ഇവിടുന്ന് അങ്ങോട്ട് വടക്കൊന്ന് നോക്കിയാൽ കാണാം ഒരു തുറ. MT വാസുദേവൻ നായരില്ലേ, അദ്ദേഹത്തിന്റെ അത് തന്നെ ഡൈവേർഷൻ ആയിട്ടാണ് പുഴ അങ്ങനെ ഒഴുകി വന്നിരുന്നതെന്നാ പറയുന്നത്. ഒരു കാലഘട്ടം ഇല്ല, ഇപ്പൊ പുഴ കുറച്ചുകൂടി മാറിയിട്ടല്ലേ. ഇപ്പൊ ആ ഒഴുകുന്ന സ്ഥലത്തൊക്കെ വീടുകളായില്ലേ. അപ്പൊ അത് അവിടെയൊന്നും ഇല്ല. അങ്ങനെ ഈ വഴിക്ക് ഒഴുകിയിരുന്നു. തുറയിൽ ആണ് ചാടി എന്നാണ് ഐതിഹ്യം. ഭഗവാൻ പിന്നെ ആ തുറയിൽ നിന്ന് തേറ്റയിൽ ഉയർത്തി കൊണ്ടുവന്നതാണ് ഭൂമി എന്നാണ് ഐതിഹ്യം. അത് ഒരൈതിഹ്യം. ഈ സാമൂതിരിക്ക് അമ്പലമായിട്ട് എന്താ ബന്ധം? സാമൂതിരി ഇതൊക്കെ ഉപേക്ഷിച്ച് പോയതാ. ഈ സ്ഥലം അല്ല, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇത് നടത്തിപ്പിന് ഇതിന്റെ ചുറ്റുപാടുള്ള സ്ഥലം മുഴുവൻ ഇതിൽ പെടുന്നതാണ്. ഇത് എത്ര ഏക്കർ വരും? ഇത് ഇപ്പോൾ 6 ഏക്കർ സ്ഥലമുണ്ട് ഈ ക്ഷേത്ര കോമ്പൗണ്ട്. ഈ 6 ഏക്കർ സ്ഥലത്തും പിന്നെ ആനമതിൽക്കെട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അത് അതിന്റെ ഒരു ഭാഗം അതാ അവിടെ ആനമതിൽക്കെട്ട്. വള്ളിമുടി കിടക്കും. അത് ഈ 6 ഏക്കർ സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പ്രഗത്ഭത ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. പിന്നീട് ഇത് 2007 ശേഷം 2008 സാമൂതിരി വീണ്ടും വന്നത്. ഇത് ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ അവർ വന്നപ്പോൾ അവരുടെയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് വരുമാനവും ഇല്ല. അപ്പോൾ അന്നത്തെ ട്രസ്റ്റ് അദ്ദേഹത്തിന് വീണ്ടും ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ്. 2008 വീണ്ടും വന്നത്. അതിന് മുന്നേ അവരുടെ ആയിരുന്നു എന്ന് അവർ പറയും, നമുക്കറിയില്ല. അവർ കീഴടക്കിയതാണെന്ന്. ശരി. അപ്പോൾ എൻ്റെ അടുത്ത സംശയം എന്ന് വെച്ചാൽ ഈ പണ്ട് ഈ തച്ചൻ്റെ കാലഘട്ടത്തിലൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തടി കൊണ്ടുള്ളതായിരുന്നല്ലോ, അതോ ഈ സിമെന്റ് വെച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു? അല്ല, അത് തടി വെച്ചിട്ട് അല്ല, തടി കൊണ്ട് തന്നെ ആയിരുന്നു വന്നൊക്കെ. ഇപ്പൊ പിന്നീടാണ് സിമെന്റ് സിമെന്റ് വെച്ചിട്ട് മേൽഭാഗം പുനരുദ്ധാരണത്തിന്റെ വർക്കുകളൊക്കെ പിന്നീടല്ലേ ഉണ്ടായത്. പിന്നീടാണ് അതിന്റെ അല്ല മേലിലാ തടി മാത്രവും അത്ര തന്നെയല്ലോ. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താണ്? അഭീഷ്ട സിദ്ധി പൂജ. അതിനകത്ത് അതുകൊണ്ടുള്ള പ്രത്യേകതകൾ അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ സാഫല്യം, ഭഗവാൻ ആഗ്രഹ സാഫല്യം കൊണ്ട്. അപ്പം നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. പരിപാടികൾ നടന്നാൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ അഭീഷ്ട സിദ്ധി പൂജ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതാണല്ലോ മെയിൻ. അപ്പോൾ പിന്നെയും ഇവിടെ പിന്നെ പൂജ വന്ന് നടത്തും ചെയ്യും. പിന്നെ ഭൂമിദേവി സമേത ആയതുകൊണ്ട് ഭൂമി പൂജയും ഇപ്പം നടത്തുന്നു. ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാസ്തു സംബന്ധമായ ദോഷങ്ങൾ. അത് ശരി, അതാണ് അത് വന്നിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചടങ്ങ്, എങ്ങനെയാണ് മണ്ണ് ഇവിടെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങളുടെ സ്ഥലത്ത് ഏതാണോ വാസ്തു സംബന്ധമായ ദോഷമുള്ള സ്ഥലം വെച്ചാൽ അവിടുന്ന് 4 ദിക്കിന്ന് മണ്ണെടുത്ത് എടുക്കുന്നിടത്തിട്ട് ഇവിടെ വന്ന് പൂജിച്ച് കുറച്ച് ഇവിടുന്ന് വന്ന് പൂജിച്ചിട്ട് അത് വീണ്ടും അവിടെ തന്നെ കൊണ്ടുപോയിടുക എന്നുള്ളതാണ്. അങ്ങോട്ട് വേദന എവിടെയാണോ വാസ്തു സംബന്ധമായ ദോഷം അവിടെ ഇടുക. അത്രേ ഉള്ളൂ ഇപ്പൊ എൻ്റെ ഐതിഹ്യം. പിന്നെ അടുത്ത വിവാഹത്തിന് വേണ്ടി എന്തോ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ലക്ഷ്മി നാരായണ പൂജ. അത് പിന്നെ മംഗല്യം നടക്കാൻ വേണ്ടിയിട്ട്. അതും ഇവിടെ വന്നിട്ട് പൂജ നിങ്ങളുടെ നാളിൽ വന്ന് ചെയ്ത് പ്രാർത്ഥിച്ച് പിന്നെ നിങ്ങൾ കൂടെ വരാറുള്ളൂ. അല്ല, അത് ആ നക്ഷത്ര ദിവസം തന്നെ വരണമെന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ നാള് പറഞ്ഞിട്ട് ഇവിടെ പൂജ നടത്തും. അത്രേ. ചേട്ടന്റെ പേരെന്താണെന്ന് പറഞ്ഞു? പേര് മാധവ മാഷ്. മാധവ മാഷ് ടീച്ചറായിരുന്നു. ഞാൻ തൃത്താല ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു. റിട്ടയറായി. ഈ ക്ഷേത്രം ഇവിടുത്തെ ഇപ്പൊന്നുമില്ല. ആദ്യപ്പോ ഈ ക്ഷേത്രമൊക്കെ സംരക്ഷിക്കാനും ഇതിനൊക്കെ ഞാൻ പ്രവർത്തിച്ചു. ഇവിടുത്തെ വഴിപാടുകളൊക്കെ ഓൺലൈൻ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓൺലൈൻ. താങ്ക് യു.